കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി നടൻ മുകേഷിനു വേണ്ടി ചാലക്കുടി എംപി ഇന്നസെന്റും പ്രചാരണത്തിനെത്തി. കൊല്ലത്തെ കോസ്റ്റൽ ലൈബ്രറി സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മയിലാണ് പാർലമെന്റ് അംഗവും നടനുമായ ഇന്നസെന്റ് മുകേഷിനു വേണ്ടി വോട്ട് ചോദിച്ചത്. യുഡിഎഫ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല. കൊല്ലം വാടിയിലെ കോസ്റ്റൽ ലൈബ്രറിക്ക് മുമ്പിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മയിലാണ് നടൻ ഇന്നസെന്റ് മുകേഷിനായി വോട്ട് ചോദിച്ചെത്തിയത്. തീർച്ചയായിട്ടും ഇത്രയും കാലമൊക്കെ സിനിമയിൽ അഭിനയിച്ച് നടന്നതാണ്. അത്യാവശ്യത്തിന് ചില്ലറയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുമുണ്ട് എന്ന് എനിക്കറിയാം. ഇതിൽ നിന്നൊന്നും 10 പൈസ കിട്ടിയിട്ടൊക്കെ ജീവിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കാലം നമ്മുടെ നാട്ടില് നമ്മുടെ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ രാത്രിയെങ്കിലും സുഖമായിട്ട് നമുക്ക് ഉറങ്ങാനുള്ള ഒരു സോളാർ കേസിനെയും യുഡിഎഫ് സർക്കാരിന്റെ മദ്യനയത്തെയും കണക്കിന് പരിഹസിച്ച ഇന്നസെന്റ് മുഖ്യമന്ത്രിയെയും വിമർശിച്ചു. കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ മദ്യത്തിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നത്, നിങ്ങൾ മദ്യവർജനോ മറ്റോ ഒന്നും പറയണ്ട. അവർ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ വിലയാണ്. ഹണീബി 450 രൂപ, ജവാൻ റമ്മ് 360, ബിയർ 80, കഞ്ചാവ് നിറച്ച ബീഡി 60. അത് ഇടുക്കി കഞ്ചാവാണെങ്കിൽ 80 രൂപ വരും. ഞാനിപ്പോ ഇതൊക്കെ കൊണ്ടു നടക്കുക, കാരണം ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എപ്പോഴും എന്നെ ഫോൺ വിളിച്ചു ചോദിക്കും ഓരോ കോൺഗ്രസ്, ഹലോ മദ്യത്തിന്റെ കാര്യം. അപ്പൊ ഞാൻ 650. ഭയങ്കര സന്തോഷമാണ്. ഇടതുപക്ഷം ജയിക്കേണ്ടത് സാംസ്കാരിക സമൂഹത്തിന്റെ കൂടി ആവശ്യകതയാണെന്നും നടൻ ഇന്നസെന്റ് പറഞ്ഞു. കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷിനെ കൂടാതെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ, കൊല്ലത്തെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊല്ലം.